ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെയും ഉണ്ണിയുടെയും കൂടെ ഒരു ഔട്ടിംഗ് ഡേ ആണ്. ഇവിടെ വന്നിട്ട് ഞാൻ 2 ദിവസം നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ദിവസം അടുപ്പിച്ച് ഷിഫ്റ്റൊക്കെ ഇട്ട് ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. പിന്നെ ഉറങ്ങാണ്ടാണല്ലോ ഇവിടെ വരെ ട്രാവൽ ചെയ്ത് എത്തിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി 2 ദിവസം റെസ്റ്റ് എടുത്തു. 3-ാമത്തെ ദിവസം നമ്മളൊരു മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഉണ്ണി താമസിക്കുന്ന പിറ്റേസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. എയർപോർട്ടിൽ നിന്നൊക്കെ ഒരു 3 മണിക്കൂർ ഉള്ളിലേക്കാണ് ഈ സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ കത്തീഡ്രലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ മെയിനായിട്ടുള്ളത് കുറച്ചധികം മോളുകളും പിന്നെ ഗാർഡൻ പാർക്ക് അങ്ങനെയൊക്കെയാണ്. സ്റ്റിൽ അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ബോൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബോൾട്ട് ലൈക്ക് യൂബർ പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ബോൾട്ട് ബുക്ക് ചെയ്ത് നമ്മൾ മോളിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ട്രാവലിംഗ് ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും എടുത്തിട്ടുണ്ടായില്ല. പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും വളരെ വ്യത്യാസമായിട്ടാണ് എനിക്ക് റൊമേനിയ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ എനിക്ക് കൊച്ചി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു യൂറോപ്യൻ കൺട്രിയുടെ ഒരു ലുക്കും മട്ടും ഭാവവും ഒന്നും റൊമേനിയയ്ക്കില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്തില്ലെന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ പയ്യെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീൻ എത്തിയപ്പോഴേക്കും തന്നെ ഞാൻ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം മോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മല പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര രസം, ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നേ. അതിങ്ങനെ മഴ പെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ മേഘമൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽക്കുമായിരുന്നു. ശരിക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ ഒരു വലിയ മോളും ഉണ്ടെന്നുള്ളതാണ് ഒരു കാര്യം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സ്ഥലത്തൊരു മോള് കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മോളിൻ്റെ ഉള്ളിലേക്ക് കയറാതെ നമ്മളെ പിടിച്ചു വെക്കുന്ന ഒരു കാഴ്ചയാണത്. എന്നാലും നമുക്ക് മുകളിൽ കയറണമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വന്നത്. ഉണ്ണിക്ക് എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യണം, ഡ്രസ്സ് മേടിച്ചണം എന്നൊക്കെ ഞാൻ വന്നതിന് മുമ്പേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റൈലുണ്ട് എന്നെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞാണ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഒട്ടും മൂടുണ്ടായില്ല കേട്ടോ. മൂഡ് മാത്രമല്ല, എൻ്റെ അടുത്ത് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം മേടിച്ച് റീസ്റ്റോക്ക് ചെയ്യേണ്ടത്. അതിപ്പോൾ ഡ്രസ്സായാലും ബാക്കി എന്തായാലും. അപ്പം ഞാൻ വേണ്ട, നമുക്ക് വേണമെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാണുവാണെങ്കിൽ മാത്രം വാങ്ങിക്കാമെന്ന് പറഞ്ഞിങ്ങനെ ഉണ്ണിനെ കൊണ്ടുപോവാണ്. ഉണ്ണി അതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞാണ് എന്നെ ഈ ഉന്തിക്കൊണ്ട് പോകുന്നത്. ഉണ്ണി എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണാൻ പറ്റില്ലല്ലോ അവന്. അതുകൊണ്ട് ഉണ്ണി എൻ്റെ പുറകിലാണ് നടക്കുന്നത്. ഇത് ടച്ച്മാൻ, ഇത് ബെർലിനിലും ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ഇത് ജർമ്മൻ ബ്രാൻഡാണെന്ന്. എന്തായാലും ഷോപ്പിങ്ങിന് വന്നതല്ലേ, പിന്നെ ഇത്രയും വലിയ മോളും ആണ്. അപ്പോൾ പിന്നെ എന്തായാലും കറങ്ങി അടിച്ച് കഴിയുമ്പോഴേക്ക് വിശന്ന ഒരു വഴിയാണെന്നുള്ളതുകൊണ്ട് നമ്മൾ ഓർത്തു ആദ്യം ഫുഡ് കഴിച്ചിട്ട് തന്നെ ആവാമെന്ന്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഒരു ബബിൾ ടീയുടെ കൗണ്ടർ കണ്ടു. ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ബബിൾ ടീ കുടിക്കാം. ഞാൻ കുറച്ച് ബബിൾ ടീ ഭ്രാന്തിയാണ്. എനിക്ക് എവിടെ ബബിൾ ടീ കണ്ടാലും പോയി മേടിക്കണം. അതും മാംഗോ ഫ്ലേവർ തന്നെ മേടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാംഗോ. ഇതൊരു സേഫ് ഫ്ലേവറും കൂടെയാണ്. 4 കാലിലേ വീഴുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മാംഗോ മേടിക്കുന്നത്. പക്ഷേ ഈ ബബിൾ ടീ അടിപൊളിയായിരുന്നു. ടീ തന്നെയാണ്, സ്റ്റിൽ അത് അടിപൊളിയായിരുന്നു. മിൽക്ക് ബേസ്ഡ് അല്ലായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് ഈ വക ഡ്രിങ്ക്സ്, ചായ അതിനോടൊന്നും ഉണ്ണിക്കൊരു താല്പര്യം. ഉണ്ണി ടേസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ നിർത്തും കേട്ടോ. എൻ്റെ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല, എന്നാലും പോയി നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇങ്ങനെ പൂയ് മെയ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കണ്ടു. പൂയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമേനിയനിൽ ചിക്കൻ എന്നാണ് കേട്ടോ മീനിങ്. ഇതൊരു ചൈനീസ് കൊറിയൻ ഷോപ്പ് പോലത്തെ ഷോപ്പാണ്. ചില്ലി ചിക്കൻ, നൂഡിൽസ്, ഫ്രൈഡ് റൈസ് അതുപോലത്തെ എല്ലാ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ബെർലിനിൽ കുറച്ചധികം കുറവാണ്, അങ്ങനെ കിട്ടാറില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ചൈനീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചില്ലി ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്ക്. എങ്ങനെയുണ്ട്? ചിക്കൻ കൊള്ളാം. ചൂടില്ല. ചിക്കൻ ഒന്ന് ട്രൈ ചെയ്തു. ഇത് ഗ്ലാസ് നൂഡിൽസ് ആണ് അല്ലേ? ചിക്കൻ എടുക്കും, ചിക്കൻ അടിപൊളിയാണ്. അങ്ങനെ ഗ്ലാസ് നൂഡിൽസും ചില്ലി ചിക്കനും ഞങ്ങൾ കഴിച്ചത്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റിൽ ആ നൂഡിൽസിന് ഭയങ്കര ഓയിലായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി അടുത്തൊരു മീലും കൂടെ മേടിക്കാൻ പോയി. നമ്മൾ ട്രൈ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ മറ്റത് കഴിച്ചത് തന്നെ ഏകദേശം എൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടായേ.
അടുത്തൊരു മീലും കൂടെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. വീണ്ടും ഒരു നൂഡിൽസും ഒരു ഫ്രൈഡ് റൈസും വേറൊരു ടൈപ്പ് ചില്ലി ചിക്കനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് കുറച്ചുകൂടെ സ്വീറ്റ് വേർഷൻ ആയിരുന്നു. ഞങ്ങൾക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അതിന് മുമ്പ് മേടിച്ച മീൽ തന്നെയായിരുന്നു നല്ലത്. റൈസ് പിന്നെയും കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഒരു ഡ്രിങ്കും ഉണ്ടായിരുന്നു. ഒരു ഉണങ്ങിയ നാരങ്ങയുടെ ജ്യൂസ് പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ നമ്മൾ കഴിച്ച് പുറത്തിറങ്ങി. ഇനി ഷോപ്പിംഗ് ടൈമാണ്. ഇവിടെയുള്ള എല്ലാ കടയിലും ഉണ്ണി എന്നെ കയറ്റി ഇറക്കിയിട്ടുണ്ട്. മേടിക്ക്, ഡ്രസ്സ് എടുക്കുന്നു പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പ്രൈസ് കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു യൂറോയിലും ഇവിടുത്തെ കറൻസിയിലും വെച്ചിട്ട്. അപ്പോൾ എനിക്ക് അധികം വ്യത്യാസമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. സെയിം റേറ്റൊക്കെ ആയിട്ട് തന്നെ തോന്നിയത്. ബെർലിനിലില്ലാത്ത പല ബ്രാൻഡുകളും ഇവിടെ കണ്ടപ്പോൾ ചീപ്പായിട്ട് എന്തുണ്ട് അത് മേടിക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോയത്. പക്ഷേ ഉണ്ണി അങ്ങനെ നോക്കുന്നുണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ മേടിച്ചോ, എന്താണെന്ന് വെച്ചാൽ മേടിക്കുന്ന പറഞ്ഞിങ്ങനെ പുറകെ നടക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അത്ര മേടിക്കണം എന്നൊരു മൈൻഡ് ഉണ്ടായില്ല. ബിക്കോസ് ഞാൻ കുറച്ചധികം ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ണി എടുത്ത് വരാനാണെങ്കിലും അല്ലെങ്കിലൊക്കെ ആ ഒരു പച്ച ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം എനിക്ക് ആ ഒരു മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മേടിച്ചത് എന്താണെന്ന് അവസാനം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അധികം ഒന്നും മേടിക്കാത്തതുകൊണ്ട് ഉണ്ണി പിണങ്ങി നിൽക്കുവാണ്. നമുക്ക് സമയമുണ്ടല്ലോ, ഇനിയും മേടിപ്പിക്കാമല്ലോ, ഇനി എന്തൊക്കെ മേടിപ്പിക്കാൻ കിടക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച ടീഷർട്ട്. അപ്പോൾ കവർ മേടിച്ചില്ല, അങ്ങനെ എൻ്റെ ബാഗിലിടുകയാണ്. ബാഗിൽ നല്ല സ്പേസ് ഉണ്ട്. കവറൊക്കെ മേടിച്ച് വെറുതെ പൈസ കളയുന്നത് എന്തിനാണ്? 10 രൂപക്കാണെങ്കിൽ ഡ്രസ്സ് എടുക്കാം, പക്ഷേ അതിനുള്ള കവർ ഞങ്ങൾ ആരും മേടിക്കില്ല. ഞങ്ങൾക്കതൊരു ശീലമാണ്. അടുത്ത ഷോപ്പിംഗ് സ്പോട്ട് ന്യൂയോർക്കർ ആയിരുന്നു. ന്യൂയോർക്കർ ബെർലിനിലുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. ബട്ട് ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി. ഈ ഒരു ഇയറിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്യാപ്പും മേടിച്ചു. ഉണ്ണിക്ക് ക്യാപ്പിനോടൊരു പ്രത്യേക തരം ഇഷ്ടമുണ്ട്. ഉണ്ണി എപ്പോഴും ക്യാപ്പ് വെച്ച് നടക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് ഒരെണ്ണം മേടിച്ച് തന്നു. ഉണ്ണി എന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ ഉണ്ണിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ബെർലിനിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഉണ്ണിക്ക് കൊണ്ടു കൊടുത്താണ്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഞാൻ ഏകദേശം ക്ഷീണിച്ചു. കാരണം അത് അത്ര വലിയ മോളായിരുന്നു. നടന്ന് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മളോട്ട് റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്തു. പിന്നെ നമ്മളൊന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് വേറൊരു സ്ഥലത്തും കൂടെ കയറി. തവണ കയറിയത് പുള്ളാൻബേറിലാണ്. ഉണ്ണിക്കൊരു ഹുഡി എടുക്കണമെന്ന് പറഞ്ഞു, അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ ഹുഡി ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഷോയാണ് ഈ കാണുന്നത്. എന്തോ ഒരു സ്റ്റെപ്പ് ഇട്ട് ഉണ്ണി ട്രയൽ റൂമിലേക്ക് വീണ്ടും കയറി. ടീഷർട്ടും ഹുഡിയും മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇനി ഒരു 3 ദിവസം കൂടെ ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ സാധനങ്ങൾ അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ ബില്ല് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഏകദേശം 9 o'clock ആയിട്ടുണ്ട്. പിറ്റേ ദിവസം ഉണ്ണിക്ക് വർക്ക് ഉണ്ടായിരുന്നു. മൺഡേ ആണ്. അപ്പോൾ ഉണ്ണിക്ക് വർക്കിന് പോകണം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പെരുമഴ. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴ. ഞങ്ങൾ ഈ മോളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കൂടെ ഞങ്ങൾക്ക് മഴ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര ലെവലിൽ മഴയായിരുന്നു. ഉണ്ണി ഇവിടെ ബോൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല റഷിലാണ്. കാരണം എല്ലാവരും ബോൾട്ട് വിളിച്ച് വീട്ടിൽ പോകുമായിരിക്കുമല്ലോ. അങ്ങനെ നമുക്കൊരു ബോൾട്ട് കിട്ടി. നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതുള്ള ഗായ്സ്, ബൈ ബൈ.